PSC ഉദ്യോഗാർത്ഥികളെ ഇന്നലെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 കൊല്ലൂർ കണ്ണൻമൂല എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഉള്ളൂർ കൂട്ടുവീട് എന്നാണ്. അച്ഛൻ്റെ പേര് വാസുദേവൻ, അമ്മ നങ്ങമ്മ പിള്ളൈ. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞൻ പിള്ളൈ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ. അദ്ദേഹം അന്തരിച്ചത് 1924 മെയ് 5 ചട്ടമ്പി സ്വാമികളെ സർവ്വവിദ്യാധിരാജ എന്നൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തൈക്കാട് അയ്യ, അത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ തൈക്കാട് അയ്യ അദ്ദേഹത്തിനെ ഷൺമുഖദാസ് എന്ന പേരിലും വിളിച്ചിരുന്നു. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ നാമങ്ങളിലും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്നതും ചട്ടമ്പി സ്വാമികളാണ്. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നിരുന്ന നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ എന്തൊക്കെ പേരുകളാണ് പറഞ്ഞത്? സർവ്വവിദ്യാധിരാജ, ഷൺമുഖദാസൻ, ശ്രീ ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇത്രയും നാമങ്ങളിൽ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന് സെൽഫ് റിയലൈസേഷൻ വന്ന സ്ഥലത്തിൻ്റെ പേര് വടിവീശ്വരം. അതുപോലെ തന്നെ പേട്ടയിൽ രാമൻ പിള്ളയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം പാഠശാലയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ക്ലാസ് ലീഡർ, അല്ലെങ്കിൽ ലീഡറിന് പറയുന്ന ഒരു പേരാണ് ചട്ടമ്പി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വരാനുള്ള കാരണം. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഗുരു പേട്ടയിൽ രാമൻ പിള്ളയാശാൻ. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ക്ലാസ് ലീഡർ ആയതുകൊണ്ടാണ് പേര്. അപ്പോൾ ആ പേരിൽ നമ്മൾ പറഞ്ഞിരുന്ന ഗുരുവാണ് പേട്ടയിൽ രാമൻ പിള്ളയാശാൻ. അടുത്തൊരു ഗുരുവാണ് തൈക്കാട് അയ്യ സ്വാമികൾ. തൈക്കാട് അയ്യ സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന പേര് വിളിച്ച ആൾ. പിന്നെ ദ ഗുരു ഓഫ് ചട്ടമ്പി സ്വാമികൾ ഹു ടോട്ട് വേദ, യോഗ, സാൻസ്ക്രിറ്റ്. വേദയും യോഗയും സാൻസ്ക്രിറ്റും ഒക്കെ പഠിപ്പിച്ചത് സുബ്ബജാത പാടികൾ ആണ്. ചട്ടമ്പി സ്വാമികൾ തമിഴ് വേദാന്ത ശാസ്ത്ര പഠിച്ചത് സ്വാമിനാഥ ദേശികരിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ ആദരിച്ച ഒരു കൃതിയാണ് നവമഞ്ജരി. ഇനി അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് മഹാസമാധി സംഭവിച്ചത് പന്മന വില്ലേജ് എന്ന് പറഞ്ഞാൽ കൊല്ലത്താണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്വാമി മെമ്മോറിയൽ സ്ഥാപിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സമാധി പ്ലേസിന് ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് നിർമ്മിച്ച അമ്പലത്തിൻ്റെ പേരാണ് ബാലഭട്ടാരക ടെമ്പിൾ. ദാഹം എന്ന് പറഞ്ഞ് പണ്ഡിറ്റ് KP കറുപ്പൻ സ്വാമിയുടെ ഓർമ്മയ്ക്കായി, ചട്ടമ്പി സ്വാമിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഒരു പദ്യമാണ്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന് പറഞ്ഞ ബയോഗ്രഫി K മഹേശ്വരൻ നായരാണ് എഴുതിയിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി എഴുതിയിരിക്കുന്നത് ടോണി മാത്യു ആണ്. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 30 ഏപ്രിൽ 2014 ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കേരള റിനൈസൻസ് ലീഡറാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പൊന്നുമാടൻ, അമ്മയുടെ പേര് വെയിലാൽ അമ്മ. അദ്ദേഹത്തിൻ്റെ വേറൊരു പേരാണ് മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി. അദ്ദേഹം അന്തരിച്ചത് 1851 ജൂൺ 3 കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ റിഫോമറാണ് വൈകുണ്ഠസ്വാമികൾ. ദേവദാസി സിസ്റ്റത്തിനെ എതിർത്ത് നിന്ന ഒരാളാണ് വൈകുണ്ഠസ്വാമികൾ. ദ പേഴ്സൺ ഹു സെഡ് ഐ ആം ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു. ലോർഡ് വിഷ്ണുവിൻ്റെ ഇതാണെന്ന് പറഞ്ഞ ഒരാളാണ് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനെ സ്വാധീനിച്ച ഏറ്റവും ഫേമസ് ആയ ബുക്കാണ് തിരുക്കുറൽ. 1836
സമത്വ സമാജം എന്നൊരു പ്രസ്ഥാനം വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ചു. സമത്വ സമാജം ആണ് കേരളത്തിലെ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ. അത് ശുചീന്ദ്രത്ത് വെച്ചിട്ടാണ് അത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. 1823 അപ്പർ ക്ലോത്ത് റിവോൾട്ട്, അതായത് മേൽമുണ്ട് സമരം നടത്തിയ ലീഡറാണ് വൈകുണ്ഠസ്വാമികൾ. 1823 വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകി. വൈകുണ്ഠസ്വാമികൾ ഭൂവുടമകൾക്കെതിരെ കൊണ്ടുവന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്ലോഗനാണ് "ഇഫ് വി വർക്ക് വി ഷുഡ് ബി ഗോട്ട് പെയ്ഡ്", നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂലി നിർബന്ധമാണ്. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികൾ നടത്തിയിട്ട് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ കൊണ്ടുവന്ന ഒരു സോഷ്യൽ മാറ്റമാണ്, ഒരു സാമൂഹ്യ മാറ്റമാണ് സമപന്തി ഭോജനം. എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ ഒരേ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. തൂവയൽ പന്തി കൂട്ടായ്മ കൊണ്ടുവന്നതും വൈകുണ്ഠസ്വാമികളാണ്. ഒരു നിഷ്ഠയുള്ള സസ്യഭുക്കാകുക, ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക, മദ്യപാനവും പുകവലിയും വർജിക്കുക, ശുചിത്വവും അച്ചടക്കവും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നീ ഉപദേശങ്ങളും അദ്ദേഹം നൽകിയത് തൂവയൽ പന്തിയുമായി ബന്ധപ്പെട്ടാണ്. വൈകുണ്ഠസ്വാമികളുടെ ഫേമസ് ഡിസിപ്ലിനാണ്, അതായത് ഫേമസ് ആയിട്ടുള്ളൊരു ശിഷ്യനാണ് തൈക്കാട് അയ്യ. ഈ തൈക്കാട് അയ്യയെക്കുറിച്ച് നമ്മൾ നേരത്തെ 2 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ചട്ടമ്പി സ്വാമികളുടെ കാര്യത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് തൈക്കാട് അയ്യയുടെ ഗുരുവാണ് വൈകുണ്ഠസ്വാമികൾ. ഇത് എല്ലാം നമുക്ക് ഒരു ഓർഡറിൽ നോക്കുമ്പോൾ റിലേറ്റഡ് ആണ് എല്ലാം. പിന്നെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ അങ്ങനെ പ്രതിഷ്ഠ നടത്തിയ ടെമ്പിളാണ് നിഴൽ തങ്കൽ. പിന്നെ വൈകുണ്ഠസ്വാമികൾ ഒരു പബ്ലിക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു കിണർ കൊണ്ടുവന്നു. അതാണ് മുന്തിരിക്കിണർ. മുന്തിരിക്കിണറിൻ്റെ വേറൊരു പേരാണ് മണിക്കിണർ, സ്വാമിക്കിണർ. ഇതൊക്കെ അതായത് എല്ലാവർക്കും ജാതി വ്യവസ്ഥയൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരേ കിണറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികൾ ഒരു ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 1838 ശിങ്കാരത്തോപ്പ് ജയിൽ എന്നാണ് അതിൻ്റെ പേര്. 110 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം വൈകുണ്ഠസ്വാമികൾ പുറത്തേക്ക് വന്നത് 26 മാർച്ച് 1839 1994 മാർച്ച് 26 മുതൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഈ ദിവസം പബ്ലിക് ഹോളിഡേ ആണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു സോഷ്യൽ റിഫോമർ വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, വൈകുണ്ഠസ്വാമികൾ പറഞ്ഞു. ഇനി അടുത്തത് വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിൽ 27 ഈ കുറേ വർഷങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ നോട്ട് ചെയ്ത് വെക്കണം. നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ടൈം ലൈൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. കാരണം ഈ ഇയറുകളാണ് നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നത്. അപ്പം 1885 ഏപ്രിൽ 27 കണ്ണൂരെ പാട്യം എന്ന സ്ഥലത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. വീട്ടുപേര് വയലേരി വീട് എന്നുള്ളതാണ്. അച്ഛൻ്റെ പേര് കോരൻ ഗുരുക്കൾ, അമ്മ ചീരുവമ്മ. ചെറുപ്പകാലത്തിലെ പേര് കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം VK ഗുരുക്കൾ. അന്തരിച്ചത് 1939 ഒക്ടോബർ 29. ബാലഗുരു എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ്. ഇദ്ദേഹത്തിന് ഈ പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആത്മവിദ്യാസംഘം എന്നുള്ള ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത് 1917 വാഗ്ഭടാനന്ദനാണ്. അതുപോലെ ആത്മവിദ്യാസംഘത്തിൻ്റെ ഒരു മാസികയാണ് അഭിനവ കേരളം. 1921 അത് പുറത്തു വന്നത്. പിന്നെ വാഗ്ഭടാനന്ദൻ എഴുതിയ ഒരു പോയമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ
എയിം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളൊരു പോയമാണ് സ്വതന്ത്ര ചിന്താമണി 1921. ആത്മവിദ്യാകാഹളവും ശിവയോഗി വിലാസം ഈ 2 കൃതികളാണ് വാഗ്ഭടാനന്ദൻ പുതിയതായിട്ട് ഇറക്കിയത്. അതിൻ്റെ എഡിറ്റ് ചെയ്തതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രദേശം മെയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രദേശം മലബാർ ഏരിയയിലായിരുന്നു. പിന്നെ രാജാറാം മോഹൻ റോയ് ആയിരുന്നു വാഗ്ഭടാനന്ദൻ്റെ ഒരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മോഡലാക്കിക്കൊണ്ടായിരുന്നു വാഗ്ഭടാനന്ദൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ശങ്കരാചാര്യരുടെ അദ്വൈത കൃതിയെ അതിനെ ഫോളോ ചെയ്തിട്ടാണ് വാഗ്ഭടാനന്ദൻ വർക്ക് ചെയ്തിരുന്നത്. 1906 കോഴിക്കോട് കാരപ്പറമ്പ് വെച്ചിട്ട് തത്വപ്രഹസിക എന്ന് പറഞ്ഞ പേരിൽ ഒരു സംസ്കൃത സ്കൂൾ തുടങ്ങിയത് വാഗ്ഭടാനന്ദനാണ്. 1911 കോഴിക്കോട് വെച്ച് രാജയോഗനന്ദ കൗമുദി യോഗശാല എന്ന പേരിൽ ഒരു പരിപാടി നടത്തി. നമ്മൾ വൈകുണ്ഠസ്വാമികളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ സമപന്തി ഭോജനം നടത്തിയ പോലെ പ്രീതി ഭോജനം എന്ന പേരിൽ കോഴിക്കോട് വെച്ച് നടത്തിയത് 1927 വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായം സംഘം എന്ന പേരിൽ ഒരു കർഷക സംഘം വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചു. അത് പിന്നെ ULCSES എന്ന പേരിൽ, അതായത് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ആയിട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ആയിട്ട് മാറിയത്. UL സൈബർ പാർക്കിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത് കോഴിക്കോട് നെല്ലിക്കോടാണ്. അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 2016 ഫെബ്രുവരി 27 പ്രണബ് മുഖർജിയാണ്.